ഹായ് ഹലോ നമസ്കാരം. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ ഗ്രീഷ്മേനെ വിട്ടു, ഷാരോണിനെ വിട്ടു. ആ വിധിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇപ്പൊ അവർക്ക് പുതിയ വാർത്തകൾ കിട്ടി, അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനിപ്പോ വീണ്ടും സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഈ പറയുന്ന ഗ്രീഷ്മ എന്ന് പറയുന്ന ഏറ്റവും ക്രൂരയായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ക്രൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ക്രൂര മനസ്സുള്ള സ്ത്രീകളിൽ ഒരാൾ തന്നെയാണ് ഗ്രീഷ്മ എന്ന് പറയുന്നത്. അപ്പോ ആ ഗ്രീഷ്മയ്ക്ക് കിട്ടിയ വധശിക്ഷ നമ്മൾ എല്ലാവരും മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷമാണ്. ഈ വധശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരാൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ശിക്ഷ കിട്ടിയെന്നറിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഞാൻ ഈ ശിക്ഷ വന്ന സമയത്തും 1-2 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ എനിക്ക് ആ ഒരു വാർത്ത കേട്ട് ഞാൻ ആ ലൈവായിട്ട് വിധി വന്ന ആ നിമിഷം തന്നെ ഞാൻ എൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. കാരണം അത്രയും ക്രൂരമായിട്ട് 10-15 ദിവസത്തോളം വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ഒരു പയ്യൻ നരകിച്ച് മരിച്ചതാണ്. നരകിച്ച് കൊന്നതാണ് അവനെ. അതിന് ശിക്ഷ കിട്ടിയപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് 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 സന്തോഷം വന്നിട്ടാണ് ഞാൻ ആ വീഡിയോ എല്ലാം തന്നെ ചെയ്തത്. ഈ 2 വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒന്ന് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ. അവർ പറയുന്ന ചില കാര്യങ്ങൾക്ക് എനിക്ക് മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. രണ്ടാമത്തേത്, ഞാൻ ഒരുപാട് ബഹുമാനം കൊടുത്തിരുന്ന ജസ്റ്റിസ് കമാൽ പാഷ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, അദ്ദേഹം എന്നൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബഹുമാനം കൊടുത്തിരുന്ന ആളാണ്. ഇപ്പോഴും ഈ ഒരു വാക്കിന്റെ പുറത്ത് ആ ഒരു ബഹുമാനം ഞാൻ ഒരിക്കലും കൊടുക്കത്തുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 2 വീഡിയോയും നിങ്ങളെ കാണിക്കുന്നത്. ആദ്യം നമുക്ക് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രേഖ രാജ് എന്ന് പറയുന്ന സ്ത്രീ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് കേട്ടുകൊണ്ട് തന്നെ എനിക്ക് അവരോട് പറയാനുള്ള മറുപടി അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. അതിനുശേഷമാണ് കമാൽ പാഷ എന്ന് പറയുന്ന ജസ്റ്റിസിന്റെ വാക്കുകളും അതിന് എനിക്ക് പറയാനുള്ള മറുപടിയും ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, കൊല്ലപ്പെട്ട ഷാരോണിന്റെ കുടുംബത്തിന്റെ എല്ലാ വികാരങ്ങളോടും ദുഃഖങ്ങളോടും നഷ്ടങ്ങളോടും ചേർന്നുകൊണ്ടാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. ഞാനൊരു വധശിക്ഷയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരാളാണ്. കാരണം ഒന്ന് സ്റ്റേറ്റിന് ഒരാളെ കൊല്ലാനുള്ള അവകാശമില്ലാതെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ശരിയാണ്, വധശിക്ഷയ്ക്ക് നിങ്ങൾ എതിരായിരിക്കാം. പക്ഷെ ഒരു സ്റ്റേറ്റിന് വധശിക്ഷ അല്ലെങ്കിൽ ഒരാളെ കൊല്ലാനുള്ള അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നേരെ തിരിച്ചൊന്ന് ചിന്തിക്കണ്ടേ, ആരെയാണ് ഈ കൊല്ലാനായിട്ട് വിധിക്കുന്നത്? നിർദാക്ഷിണ്യമായിട്ട് ഒരു മനുഷ്യജീവനെ ഇല്ലാണ്ടാക്കിയിട്ടുള്ള സാധാരണ ഒരു കേസിലല്ല, ഇതുപോലെ ഇത്രയും നീചമായ രീതിയിൽ ഒരാളെ, ഒരു മനുഷ്യജീവനെ ഇല്ലാണ്ടാക്കിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വധശിക്ഷ എല്ലാം വിധിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നോ അതിലധികമോ മനുഷ്യജീവനെ എടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വധശിക്ഷ കൊടുക്കുന്നത്. അല്ല ചുമ്മാ പാവം പിടിച്ച ഒരാളെ പിടിച്ചു കൊണ്ടുപോയിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കുമെന്നോ അല്ല ചെയ്തിരിക്കുന്നത്. കൃത്യമായ തെളിവുകളിലൂടെ ഒരുപാട് അന്വേഷണങ്ങൾ നടന്നതിന് ശേഷം എല്ലാ തെളിവുകളും കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷമാണ് ആ ഇരിക്കുന്ന ജസ്റ്റിസ് ഈ പറയുന്ന വധശിക്ഷ വിധിക്കുന്നത്. അല്ലാതെ ചുമ്മാ ഒരാളെ അല്ല. അതുകൊണ്ട് ന്യായമായിട്ട് കിട്ടേണ്ട വധശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഗ്രീഷ്മയ്ക്ക് കിട്ടിയ വധശിക്ഷയിൽ മലയാളികൾ എല്ലാവരും സന്തുഷ്ടരാണെന്നുള്ളതാണ്. നിങ്ങളെ പോലെയുള്ള, ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ 99.9% ആളുകളും ഈ വിധിയിൽ സന്തുഷ്ടരാണെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ വെച്ചിരുന്ന 0.1% നിങ്ങളെ പോലെയുള്ള ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു 0.1% മാറ്റിവെച്ചത്. അമ്മേനെ തല്ലിയാലും 2 പക്ഷമുള്ള ആളുകളുള്ള നാടാണല്ലോ നമ്മുടെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഈ പർട്ടിക്കുലർ കേസിലേക്ക് വന്നാൽ പോലും ഒരു വലിയ വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ പ്രതിവിധി എന്ന് പറയുന്നത് ആ ചെയ്ത ആളെ അതേ ശിക്ഷ കൊടുത്തിട്ട് കൊന്നുകളയുകയാണോ വേണ്ടത്, അതോ അയാൾക്ക് പരിഷ്കരിക്കാനും റിഫോം ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യം, പലതരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണോ ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യം. ഇത് നമ്മൾ വർഷങ്ങളായി പല കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുന്ന ഒരു അഭിപ്രായമാണ്. ഒന്ന്, ക്രൈമിനെതിരെ ഒരു ക്രൈം, അതായത് അത് കൊലപാതകം കൊണ്ട് അത് പരിഹരിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം പലപ്പോഴും വധശിക്ഷകൾ ഏറുന്നത് ക്രൈം കൂടുതൽ ശക്തമാകുവാനും ഇരകളെ കൊന്നുകളയാനുമുള്ള സാധ്യതകൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഈ ബലാത്സംഗം പോലെയൊക്കെയുള്ള കേസുകളിൽ ഇരകളുടെ ജീവന് ഹാനിയാവുന്ന തരത്തിൽ ക്രൈമുകൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ തരത്തില് എനിക്ക് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ മനസ്സിലാവുന്നില്ല. കൊലപാതകം ചെയ്തു വരുന്ന ഒരാൾക്ക് വധശിക്ഷ വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊല ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. ബലാത്സംഗം ചെയ്യുന്ന ഒരു പെണ്ണിനെ കൊല ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കൂടുമെന്നാണ് പറയുന്നത് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ. ഒരിക്കലും ഞാൻ ഈ ഒരു അഭിപ്രായത്തെ ഏത് രീതിയിലാണ് ഇവർ ചിന്തിച്ചു കൂട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ്
തീർച്ചയായിട്ടും ഇതിനകത്ത് ഇവർ പറയുന്ന പോലെ വധശിക്ഷ എന്ന് പറയുന്നത് ഒരു കൊലയ്ക്ക് അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിനുള്ള പരിഹാരമല്ല, ആ ഇരയ്ക്ക് ലഭിക്കേണ്ട നീതിയാണ്. ഇവിടെ നിങ്ങൾ പല കാര്യങ്ങൾക്കും ഇരവാദം ഒഴുകി വരാറുണ്ട്, ചില സ്ത്രീകളുടെ കാര്യങ്ങളിലൊക്കെ മാത്രം. അവിടെ ഇര സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് നീതി ലഭിക്കാനായിട്ട് നിങ്ങൾ പോരാടാറുണ്ട്. എങ്ങനെയാണ് നീതി ലഭിക്കേണ്ടത്? എക്സാമ്പിളായിട്ട് ഷാരോണിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ആ പെണ്ണിനെ പൊന്നുപോലെ സ്നേഹിച്ച് ഈ പറഞ്ഞ 15 ദിവസം വെള്ളം പോലും ഇറക്കാതെ അവന്റെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ നശിച്ചു പോയിട്ടും ഒരു തുള്ളി വെള്ളം അവന് ഇറക്കാൻ പറ്റാത്ത സമയത്തും അവൻ ആ പെണ്ണിനോട് അല്ലെ ആ പെണ്ണിനെ പറ്റി മോശമായിട്ട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. അത്രയധികം സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണാണ് അതായത് ഇഞ്ചിഞ്ചായിട്ട് ഒരു മനുഷ്യനെ കൊന്നില്ലാണ്ടാക്കിയത്. അങ്ങനെ ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ് ഇവര് പറയുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ലെന്ന്. ഇത് പരിഹാരക്രിയൊന്നുമല്ല, ആ പയ്യന് കിട്ടേണ്ട നീതിയാണത്. വധശിക്ഷ പെട്ടെന്നൊരു വൈകാരികത ഉണ്ടാക്കാനും ആളുകൾക്ക് എന്തോ ഒരു വലിയ നീതി ലഭിച്ചു എന്നൊരു വലിയ ഒരു തോന്നൽ ഉണ്ടാക്കാനും സഹായിക്കുമെങ്കിലും ആത്യന്തികമായി അത് ഒരു ക്രൈം എന്ന് പറയുന്ന സംഗതിയുടെ സാമൂഹിക കാരണങ്ങളെ കുറിച്ചിട്ടും ഒക്കെയുള്ള അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്തി പെട്ടെന്ന് പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു ഇലൂഷൻ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രേഖ, അവിടെ അപ്പോഴാണ് ഇപ്പൊ സാധാരണക്കാരായ മനുഷ്യർക്ക് അവിടെ ഒരു സംശയം വരില്ലേ? കാരണം ഈ വധശിക്ഷ ശരിയാണ്, ഇങ്ങനെയുള്ള വിധികൾ വരുമ്പോഴാണ് ചെയ്ത തെറ്റിന് ഉടനടി തന്നെ അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടി എന്നൊരു ആത്മവിശ്വാസം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ സഹായിക്കണം. അല്ലാതെ എന്താണ് ചെയ്യേണ്ടത്? ഒരു കുറ്റം ഉണ്ടായി കഴിഞ്ഞിട്ട് വർഷങ്ങളോളം ജയിലിൽ കൊണ്ടിട്ട് അവരെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഏറ്റവും അവസാനം മറ്റേ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ഇറങ്ങി വരുന്ന പോലെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നതാണോ കാണേണ്ടത്? ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും കാമുകന് വേണ്ടിയിട്ട് കൊല വിളിച്ച ഒരു പരനാറി സ്ത്രീ ജാമ്യത്തിൽ ഇറങ്ങി കൂളായിട്ട് നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മാനസികമായിട്ട് നിങ്ങൾ തോന്നിയില്ലേ, മാനസികമായിട്ട് മനുഷ്യനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ഇതുപോലെ ശിക്ഷ കിട്ടുന്ന കാണുമ്പോഴത്തേന്. അതിനെ സഹായിക്കണം, അങ്ങനെ വേണം. കാരണം നമ്മുടെ നാട്ടിൽ ഒരു നീതി വ്യവസ്ഥ ഉണ്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഇങ്ങനെയുള്ള വിധികൾ നമുക്ക് സഹായകരമാണ്. അതിനൊപ്പം തന്നെ ഇതുപോലെ തെറ്റ് ചെയ്യുന്നവർക്കും എനിക്ക് ഇതുപോലെയുള്ള ശിക്ഷകൾ കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. ഗ്രീഷ്മയുടെ കാര്യത്തിൽ തന്നെ ഒരു പോലീസുകാരൻ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, 38 വയസ്സ് കഴിഞ്ഞിട്ട് ഞാനങ്ങ് ജീവിച്ചോളാം, ഒരു ജീവപര്യന്തമല്ലേ എന്ന് പറഞ്ഞ ഒരു പുച്ഛമുണ്ട് നമ്മുടെ നീതി വ്യവസ്ഥയെ നോക്കിയിട്ട്. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഒട്ടനടിയുള്ള ശിക്ഷ കിട്ടണം. ഞാൻ ഇപ്പോഴും പറയുന്നു, വധശിക്ഷ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ജയിലിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൊരാൾ മാത്രമായി ഇവക്ക് ജാമ്യം പോലും കിട്ടരുതെന്നാണ് ഞാൻ ഇതിനകത്ത് ആഗ്രഹിക്കുന്നത്. ലഭിച്ചിട്ടും ഇല്ലെങ്കിൽ ഈ ശിക്ഷ നമുക്കറിയാം വളരെ റെയറായിട്ടാണ് അത് വരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ശിക്ഷകൾ ലഭിച്ച കൊലപാതക കേസുകളിൽ ജയിലിൽ ഉണ്ടായിരുന്ന ആളുകൾ പുറത്തിറങ്ങിയതിന് ശേഷവും ആ ക്രൈം തുടരുന്നുണ്ട്, ഇല്ലെങ്കിൽ അവർ സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പദ്ധതിയോ പ്ലാനോ ഒന്നും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇവരെ നന്നാക്കുക, ഇവർക്ക് അവർ ചെയ്ത അതേ ശിക്ഷ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതിനോടൊരു വലിയ വിഭാഗം സമൂഹം എതിർത്ത് നിൽക്കില്ലേ? അപ്പോഴെങ്ങനെയാണ് നമുക്ക് ഇത്രയും ക്രൂരമായ കാര്യങ്ങളിൽ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക? നീതിയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള ഉത്തരങ്ങളൊന്നുമില്ല. നമ്മൾ സാമാന്യ യുക്തി എന്നുള്ള മട്ടിൽ ഒരു സാമൂഹിക പ്രശ്നത്തെ അല്ലെ ഒരു നിയമപ്രശ്നത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അത് കാര്യങ്ങളെ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറെ ആളുകൾക്ക് ഇതിനകത്ത് ഒരാവേശം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അത് സ്വാഭാവിക നീതി ആവണമെന്നില്ല. പിന്നെ നീതി തീരുമാനിക്കപ്പെടുന്നത് പല ഘടകങ്ങളോട്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അതായത് ഒരു കുറ്റവാളി ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങി വന്ന് വീണ്ടും ക്രൈം ചെയ്യുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കോണ്ടസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളത്. അത് നമ്മുടെ സിസ്റ്റം പരാജയപ്പെട്ടു എന്നുള്ള മട്ടിൽ കൂടി നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെ സംവിധാനങ്ങളാണ് ഈ കുറ്റവാളിയായിട്ടുള്ള ആൾക്ക് ജയിലിലോ അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള റിഹാബിലിറ്റേഷൻ സെന്ററുകളിലോ ലഭിച്ചത്, അതൊക്കെ അതിനുള്ള പലതരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യം. ക്രൈമിന്റെ പിന്നിലെ കാരണം എന്താണ്? ഉദാഹരണത്തിന് ഇപ്പൊ ഷാരോൺ വധക്കേസിന്റെ കാര്യം പറയുന്നതിനകത്ത് ജാതി ഒരു ഘടകമായി വർദ്ധിച്ചിട്ടുണ്ടോ? ഇന്നുള്ള ക്രിമിനോളജിയിലൊക്കെ വർക്ക് ചെയ്യുന്ന മനുഷ്യർ വളരെ സീരിയസ് ആയി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു ഏരിയയാണ്. ഞാൻ ആ ഒരു ഏരിയയിലുള്ള ഒരാളല്ല, ഞാനൊരു സാമൂഹ്യ ശാസ്ത്രത്തിൽ ഇടപെടുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഒരു ഡേറ്റയും കൂടി നമ്മൾ എടുക്കേണ്ടി വരും. എത്ര പേർ പുറത്തിറങ്ങി ക്രൈം ചെയ്തു, ആ ക്രൈം ചെയ്തവർക്ക് പരമാവധി ശിക്ഷ ലഭിച്ചിരുന്നു.
ഞാൻ ഇതിൽ കൂടുതൽ ഇവരുടെ ഈ സംസാരം നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. കാരണം ഇവരൊരിക്കലും സാധാരണ മനുഷ്യൻ, ഇവർ ഈ പറയുന്ന പോലെ തന്നെ സാധാരണ മനുഷ്യന്റെ യുക്തിക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങളെ പോലെയാണ് മനുഷ്യന്റെ വായില് കടിച്ചാ പൊട്ടാത്ത മലയാളങ്ങൾ എടുത്തങ്ങോട്ട് അലക്കി കഴിഞ്ഞാലൊന്നും നിങ്ങൾ പറയുന്നതിൽ കാര്യം ഉണ്ടാകാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇവർ ഈ പറയുന്നത് പോലെ സാധാരണ ഇപ്പൊ ഒരാൾക്ക് അബദ്ധവശാൽ എൻ്റെ ഒരു കയ്യബദ്ധം കൊണ്ട് അറിയാതെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു തൂക്ക് വിധിക്കുകയാണെങ്കിൽ, അല്ലെ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് നീതിക്ക് നിരക്കാത്തതാണെന്ന് എല്ലാ മലയാളികളും സമ്മതിച്ചു തരും. നിങ്ങളിപ്പോ എതിർക്കാനുള്ള കാരണം ഷാരോൺ വധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി നടത്തിയ ഓരോ കാര്യങ്ങളും തെളിവടക്കം വെളിയിൽ വന്നതിന് ശേഷവും നിങ്ങൾ ഇവളെ വെളിയിൽ കൊണ്ടുവന്നിട്ട് നമ്മളെന്താണോ റീഹാബിലിറ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവളെ അങ്ങോട്ട് നന്നാക്കി എടുത്തു കൊണ്ടുവന്നിട്ട് ഇവൾക്ക് എന്ത് ജീവിതം കൊടുക്കണം എന്നാണ് പറയുന്നത്. ആ പയ്യന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, ഒരു സഹോദരനുണ്ട്. അവരുടെ മുന്നിലൂടെ ഇവളെ ഇനി നന്നാക്കി എടുത്ത് നാളെ കെട്ടിച്ച് പിള്ളേരൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന കാണിച്ചു കൊടുക്കണം എന്നാണോ? ഇതാണോ നീതി എന്ന് പറയുന്നത്? സാധാരണക്കാരന് നീതി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരാളും നിങ്ങൾ പറയുന്നതിനെ അംഗീകരിക്കത്തില്ല. അപ്പൊ എന്തായാലും ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള ആക്ടിവിസ്റ്റിന്റെ സംസാരങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ അറിയാണ്ട് പ്രതികരിച്ച് പോകുന്നതാണ്. കാരണം ഇവരെന്താണ് വലിയ സംഭവമാണ്, ഇവരെന്താണ് വലിയ മറ്റേടത്തെ ആളാണെന്നുള്ളൊരു ചിന്തയുണ്ട്. മനുഷ്യന്റെ, നിങ്ങൾ പറയുന്ന പോലെ സാധാരണ മനുഷ്യന്റെ യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു വരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ആക്ടിവിസ്റ്റ് ആയി മാറുന്നതെന്നാണ് എനിക്ക് എന്താണ് ഈ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പോലും സത്യത്തിൽ മനസ്സിലാവുന്നില്ല. സാധാരണക്കാരന് മനസ്സിലാവുന്നില്ല. എന്ത് കോപ്പാണ് ഈ ആക്ടിവിസം എന്ന് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് സാധാരണക്കാരന് നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എന്തിനാ ആക്ടിവിസ്റ്റ് ആയെന്ന് പറഞ്ഞു കൊടുക്കുക. എന്തായാലും ഈ വീഡിയോ ഏകദേശം 10 മിനിറ്റിന് മുകളിൽ ആയിപ്പോയി. നമുക്ക് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യത്തിന് എൻ്റെ അഭിപ്രായം പറയുന്നത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് നന്ദി.